86 മിനിറ്റും ആഫ്രിക്കൻ ടീമും തമ്മിൽ എന്താണ് ബന്ധം? ഈ ലോകകപ്പ് നോക്കൌട്ടിൽ 3 ആഫ്രിക്കൻ ടീമുകളുടെയും പരാജയം ഉറപ്പിച്ചത് ഈ 86 മിനിറ്റാണ് കേട്ടോ. എന്താണ് 86 മിനിറ്റും ആഫ്രിക്കൻ ടീമുമായിട്ടുള്ള ബന്ധമെന്നല്ലേ ഒരു റിപ്പോർട്ട് കണ്ടുവരാം. കാൽപന്തിൽ ഒരു മത്സരത്തിന് ഗതിമാറാൻ നിമിഷങ്ങൾ മതി. അതുവരെ ജയിച്ചു നിന്നവർക്ക് ഒന്നുമില്ലാതെ കളം വിടേണ്ടി വരും. ഒരു മിസ് പാസിനോ ഒരു മികച്ച നീക്കത്തിനോ അതുവരെ മികച്ചു നിന്ന ടീമിനെ വീഴ്ത്താൻ കഴിയും. അത്തരം മികച്ച തിരിച്ചുവരവുകൾക്കാണ് ഇക്കുറി ലോകകപ്പ് നോക്കൌട്ട് സാക്ഷ്യം വഹിക്കുന്നത്. ഈ തിരിച്ചുവരവുകളിൽ കാലിടറിയത് ആഫ്രിക്കൻ ടീമുകൾക്കാണ്, അതും 86 മിനിറ്റിൽ. നോർവേക്കെതിരെ മിന്നും പ്രകടനമാണ് ഐവറി കോസ്റ്റ് പുറത്തെടുത്തത്. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിനെ കൃത്യമായി മാർക്ക് ചെയ്തവർ 76 മിനിറ്റിൽ സമനില ഗോളും നേടി. വിജയത്തിലേക്കെന്ന് തോന്നിപ്പിക്കുന്ന നീക്കങ്ങൾക്കിടയിൽ നോർവേയുടെ മിന്നൻ ആക്രമണം. മത്സരത്തിന്റെ 86 മിനിറ്റിൽ ഹാലൻഡ് ഗോളിലൂടെ ഐവറി കോസ്റ്റ് പുറത്ത്. 86 മിനിറ്റിന്റെ ശാപം അവിടെ നിന്നാണ് ആഫ്രിക്കൻ ടീമുകൾക്ക് തുടങ്ങിയത്. യൂറോപ്യൻ മമ്മന്മാരായ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ കോങ്കോ മുന്നിലെത്തി. കോങ്കോ ജയത്തിലേക്കോ എന്ന ഫുട്ബോൾ ലോകം അത്ഭുതം കൂറി. പക്ഷേ 75-ാം മിനിറ്റിൽ സമനില ഗോൾ നേടിയ ഇംഗ്ലണ്ട് 86-ാം മിനിറ്റിൽ വിജയ ഗോളും സ്വന്തമാക്കി. പിന്നാലെ നടന്ന ബെൽജിയം സെനഗൽ മത്സരവും 86-ാം മിനിറ്റിന്റെ ശാപം ആവർത്തിച്ചു. ബെൽജിയത്തിനെതിരെ 80 മിനിറ്റുകൾ കഴിയുമ്പോൾ സെനഗലിന് 2 ഗോളിന്റെ സുരക്ഷിതമായ ലീഡുണ്ടായിരുന്നു. പ്രീ ക്വാർട്ടറിലേക്ക് മാനയും സംഘവും മാർച്ച് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോൾ 86-ാം മിനിറ്റിൽ ലുക്കാക്കു സെനഗൽ വല തുളച്ചു. പിന്നാലെ 89-ാം മിനിറ്റിൽ സമനിലയും അധിക സമയത്തിന്റെ ഇഞ്ചുറി ടൈമിൽ വിജയ ഗോളും ബെൽജിയം നേടിയതോടെ സെനഗലും പുറത്ത്. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞപ്പോൾ ഏറെ ചർച്ചയായത് ആഫ്രിക്കൻ ടീമുകളുടെ പ്രകടനമായിരുന്നു. വമ്പന്മാരോട് പോരടിച്ച 10-9 ടീമും നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. അതിൽ യൂറോപ്യൻ ടീമുകളുമായുള്ള പോരാട്ടങ്ങൾ പലതും ശ്രദ്ധേയമായി. എന്നാൽ നോക്കൌട്ടിൽ യൂറോപ്യൻ ടീമും 86-ാം മിനിറ്റും ആഫ്രിക്കൻ ടീമുകളുടെ അന്തകരാവുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.